പഹൽഗാം കൂട്ടക്കുരുതിയിലെ ഇന്ത്യൻ നാവികസേനയുടെ ലഫ്റ്റനന്റ് കൊല്ലപ്പെട്ടു. വിനയ് നർവാളിനെയാണ് വെടിവെച്ച് കൊന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിമാംശി തൊട്ടടുത്തിരിപ്പുണ്ടായിരുന്നു. അവർ വിവാഹം കഴിച്ചിട്ട് ഹണിമൂണിന് പോയതാണ്. അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ട് നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്ത് മിടുക്കനായി തലയ്ക്ക് വെടിയേറ്റ് മലന്ന് കിടക്കുന്നത് നമ്മൾ കണ്ടു. തൊട്ടടുത്ത് ഭാര്യ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണീരൊഴുക്കിയിരിക്കുന്ന ആ സ്ത്രീയെ അടുത്തെങ്ങും ആരുമില്ല, വളരെ വിജനമായി. ഭീകരരുടെ വെടിവെപ്പ് നടക്കുന്നതുകൊണ്ട് എല്ലാവരും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുന്ന സന്ദർഭം. ഇവർ ആ പഹൽഗാമിലെ ആ ഗ്രൗണ്ടിൽ, ആ പച്ചപ്പറുള്ള ഗ്രൗണ്ടിൽ ഭർത്താവ് മരിച്ചു കിടക്കുന്നതും തൊട്ടടുത്ത് ഇവർ ഇരിക്കുന്നതും ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. തലയ്ക്കാണ് വെടിയേറ്റത്, അവർക്കറിയാം ആളിന് ജീവനില്ല, മരിച്ചു. ഇത് നമ്മളെല്ലാം കണ്ണീരിലാഴ്ത്തി. അതുപോലെ ധാരാളം പേരെ, 26ഓളം പേരെ ഇതുപോലെ തലയ്ക്ക് വെടിവെച്ച് കൊന്നതാണ്. കൊച്ചിയിലുള്ള അദ്ദേഹത്തിൻ്റെ മകളുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വെടിയേറ്റത്. ഈ സംഭവത്തിൽ അവരുടെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് അധിക ദിവസമായില്ല. ആ കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ ജന്മനാടിൽ പോയി. അതിനുശേഷം ഭർത്താവിൻ്റെ ആ കുടുംബ സ്ഥലത്തെത്തി. കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം സമാധാനത്തിനും ഐക്യത്തിനും അവർ ആഹ്വാനം ചെയ്തത് നമ്മൾ കണ്ടു. അവരുടെ സംസാരത്തിൽ പറഞ്ഞു, എനിക്ക് മുസ്ലിമുകളുടെ അടുത്തോ കാശ്മീരികളുടെ അടുത്തോ വൈരാഗ്യമില്ല. എൻ്റെ കർത്താവിനെ കൊന്നത് കാശ്മീരിലെ അവിടുത്തെ ഭീകരാക്രമണത്തിന് വന്നവരാണ്. എനിക്ക് അവരോട് പകയുമില്ല. അതുകൊണ്ടാണ് അവർ സമാധാനത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഐക്യത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തത്. ഭർത്താവിൻ്റെ വീട്ടിൽ എത്തിയ അവർ, അതായത് ജന്മനാടായ കർണാലിലാണ് എത്തിയത്. ഹരിയാനയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഹരിയാനയുടെ നോർത്ത് അറ്റം ഭാഗമാണ് കർണാൽ. മനുഷ്യജീവനെ രക്ഷിക്കാനായി അവിടെ മെയ് 1 രക്തദാനം നടന്നു. മെയ് 1 വിനയ് നർവാളിൻ്റെ ജന്മദിനമായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഇന്ത്യയുടെ നാവികസേന ലഫ്റ്റനൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ വെച്ച് രക്തദാനം കഴിഞ്ഞപ്പോൾ ഇവർ ഫേസ്ബുക്കിലിട്ട ചിലതിനാണ് മോശമായ കൗണ്ടറുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് മനസ്സിലായില്ല. ചെറുപ്പക്കാരിയായ സ്ത്രീയാണ്, അവരുടെ ഹണിമൂൺ ട്രിപ്പ് വന്നതാണ്. അവരുടെ വിഷമതകളെല്ലാം മറന്നിട്ട് പരസ്പരം സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി എല്ലാവരും നിലകൊള്ളണം എന്ന് പറഞ്ഞത് തെറ്റായിട്ട് എനിക്ക് തോന്നണില്ല. അത് നല്ലൊരു മെസ്സേജാണ് അവർ തന്നത്. പഹൽഗാമിലെ ആക്രമണത്തിൽ അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ട സ്ത്രീയാണ്. അവർക്ക് കൊന്നവരോട് വൈരാഗ്യമില്ല എന്ന് അവർ വിളിച്ചു പറഞ്ഞു. രാജ്യം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. ഹിമാംശി എന്ന ആ ഗവേഷക വിദ്യാർത്ഥി ഗുരുഗ്രാം സ്വദേശിനിയാണ്. ഭർത്താവിൻ്റെ സ്ഥലം കർണാലാണ്. ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പം നടപടിക്ക് ഒരുങ്ങുന്നു. കാരണം ഒരു സ്ത്രീയുടെ അന്തസ്സും അവരുടെ അന്തസ്സിനെതിരായിട്ടുള്ള ചില സോഷ്യൽ മീഡിയ കമൻറ്റുകൾ വരുന്നു. സൈബർ ബുള്ളിങ് എന്ന് നമ്മൾ പറയും. സൈബർ ആക്രമണം അവർക്കെതിരായിട്ട് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. അതെന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, ചെറുപ്പക്കാരിയാണ്, ഹണിമൂണിന് പോയതാണ്. ആ ചെറുപ്രായത്തിൽ തന്നെ അവർ വിധവയായി, ഭർത്താവ് നഷ്ടപ്പെട്ടു. അവരെ ഭർത്താവിനെ കൊല്ലുന്നതാണ് അവരുടെ മനസ്സിലുള്ള ദൃശ്യങ്ങളെല്ലാം. ആ സ്ത്രീയുടെ അന്തസ്സ്, ബഹുമാനം ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ രംഗത്ത് വന്നു. അതിന് കാരണം അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അത് ആ നഷ്ടപ്പെട്ട രംഗം അവരുടെ സാന്നിധ്യം തന്നെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. അങ്ങനെ ഭീകരമായ ഒരു ആക്രമണം അവരുടെ മനസ്സിൽ, ഹൃദയത്തിൽ ആഞ്ഞടിച്ച് കിടക്കുകയാണ്. അതിൽ നിന്ന് അവർക്കൊരു മോചനമില്ല. എന്നിട്ടും അവർ കൺട്രോൾ ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്, എനിക്കാരോടും വൈരാഗ്യമില്ല. കാശ്മീരിൽ വെച്ചാണ് കൊന്നത് എങ്കിലും കാശ്മീരികളോടും വൈരാഗ്യമില്ല. ആ അക്രമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുസ്ലിംസിനോടും വൈരാഗ്യമില്ല എന്ന് പറയുന്ന മനസ്സ് വലിയൊരു ബ്രോഡായിട്ടുള്ള മനസ്സിലാണ്.
അത് ഭർത്താവിൻ്റെ മെയ് 1 ജന്മദിനമാണ്. ആ ദിവസത്തിൽ തന്നെയാണ് അവരിത് പറഞ്ഞത്. അതുകൊണ്ട് അവരെ ഒരിക്കലും നമുക്ക് ദുഃഖിതയായ വിധവയുടെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർക്കെതിരായിട്ട് ഈ സൈബർ ബുള്ളിങ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ഈ ഒരു സംഭവം ഇന്ത്യയിൽ ഏകദേശം നമ്മുടെ 26ഓളം സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ജാതി ചോദിച്ച് വെടിവെച്ചു എന്നും വാർത്തകളുണ്ടായിരുന്നു, നമുക്കറിയാം. എല്ലാ വീടുകളിലും 26 പേരുടെ വീടുകളിൽ മാത്രമല്ല, പരിക്കേറ്റ കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ വീടുകളിലൊക്കെ വളരെ ഭീതി പടർത്തിയ ഒരു സംഭവം തന്നെയാണ്. ഇന്നും നമ്മൾ ഞെട്ടലോടെയാണ് ഇരിക്കുന്നത്. അതുതന്നെ ഇതിന് തിരിച്ചടി ഇന്ത്യ നടത്താനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഏകദേശം 13-14 ദിവസമായി ഈ സംഭവം കഴിഞ്ഞിട്ട് ഇന്ത്യ കൃത്യമായ തിരിച്ചടി നടക്കുമെന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ രാജ്യരക്ഷാ മന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എടുത്തു ചാടി ഒരു നടപടിക്ക് പോകരുതെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. കാരണം ഒരു യുദ്ധത്തിലേക്കല്ല പോകേണ്ടത്. ആരാണ് നമ്മുടെ സഹോദരങ്ങളെ കൊന്നത് അവരെ തന്നെ കൊല്ലണം, കൃത്യമായി അവരെ നശിപ്പിക്കണം എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ജനങ്ങളുടെ മനസ്സ് പറയുന്നത്. ഏതായാലും ഈ ഒരു സംഭവത്തിനെ തുടർന്നാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഒരു സംഘർഷം രൂപീകരിച്ചത്. കാരണം പാകിസ്ഥാനിലുള്ള ആ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ അംഗങ്ങൾ അവിടുത്തെ സൈനിക മേധാവികളുടെ അനുഗ്രഹാശ്വാസത്തോടു കൂടി തന്നെയാണ് ഇന്ത്യയിലേക്ക് വന്ന് നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ച് കൊന്നത്. പഹൽഗാമിലെ ഈ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 26 പേരുടെ കുടുംബം നമുക്കുണ്ട്. പരിക്കേറ്റ ധാരാളം കുടുംബങ്ങളുണ്ട്. അവരുടെയൊക്കെ ആഗ്രഹം ശത്രുവിനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. നിരപരാധികളായി ഒന്നും ചെയ്യാത്ത, വെറുതെ വന്ന് ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വന്ന ആ 26 കുടുംബങ്ങളും ഇന്ന് ദുഃഖിതരാണ്. എന്താണ് കാരണം? ഒരു കാര്യവുമില്ല. ഇന്ത്യയോടുള്ള പകയും വൈരാഗ്യവും കാരണം. ഇന്ത്യ സ്വാതന്ത്ര്യമായ ശേഷം മുതൽ 1947 ശേഷം കാശ്മീർ ഭൂരിപക്ഷം ഇന്ത്യയോടൊപ്പം ചേർന്നത് മുതലുള്ള പകയാണ്. അതിന് ഇരയായി നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ പലരും പല രീതിയിലും അവർ വെടിവെച്ച് കൊല്ലുകയും ബോംബെറിയുകയും ചെയ്തു, കൊലപ്പെടുത്തുകയുണ്ടായി. കൃത്യമായി ആ രാജ്യത്തിന് എതിരായി നമ്മൾ അവിടുത്തെ ജനങ്ങൾക്കെതിരായിട്ടല്ല, അതിന് നേതൃത്വം കൊടുക്കുന്ന സൈനിക മേധാവികൾക്കും ഈ ലഷ്കർ ഇ തോയ്ബയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്ന സൈനികരെ അവർക്കെതിരായിട്ട് കൃത്യമായി ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അതിലേക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. ആൾക്കാർ എത്രയും പെട്ടെന്ന് തിരിച്ചാക്രമണം കൊടുക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾക്ക് നമ്മുടെ ഭൂമി സംരക്ഷിക്കണം, നമ്മുടെ ജനങ്ങൾ സംരക്ഷിക്കണം, ഇന്ത്യയിലെ നമ്മുടെ ഇൻസ്റ്റലേഷൻസ് എല്ലാം സംരക്ഷിക്കണം. അതിന് കൃത്യമായ രീതിയിൽ ഒരു ഓപ്പറേഷൻ കൗണ്ടർ അറ്റാക്കാണ് കൊടുക്കുന്നത്. അത് ആ രാജ്യത്തെ ജനങ്ങൾക്കെതിരായിട്ടല്ല, അവരുടെ നേതൃത്വം കൊടുക്കുന്ന സൈനിക മേധാവികൾക്കും അതുപോലെ ടെററിസ്റ്റുകളെ സംരക്ഷിക്കുന്ന സൈനിക മേധാവികൾക്കും എതിരായിട്ടും ആ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ നേതാക്കൾക്കും എതിരായിട്ട് മാത്രമേ ഇന്ത്യ പെരുമാറുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരിക്കും ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം ലോകരാഷ്ട്രങ്ങൾ പലർക്കും അതില്ല. ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ ഈ സർജിക്കൽ സ്ട്രൈക്ക് കൃത്യമായ ശത്രുവിനെ വകവരുത്താനുള്ള ആ മിസൈൽ അക്രമത്തിന് കപ്പാസിറ്റി ഉള്ളൂ. അത് ഇസ്രയേലിന് അത് നമ്മൾ കണ്ടിട്ടുണ്ട്, അമേരിക്കയ്ക്ക് അത് കണ്ടിട്ടുണ്ട്. അതുപോലെ റഷ്യയും ആ രീതിയിലുള്ള, ചൈനയും ആ രീതിയിലുള്ള സർജിക്കൽ സ്ട്രൈക്കിന് കേപ്പബിൾ ആണ്. ഇന്ത്യ അങ്ങനെ ഒരു അവസരം ഇതുവരെ ഇന്ത്യക്ക് വന്നില്ല. പക്ഷേ ഇന്ത്യ അത് ഉപയോഗിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ പാകിസ്ഥാനിലെ ജനങ്ങളെ ആക്രമിക്കാനോ അവിടെ നാശനഷ്ടം വരുത്താനോ ഇന്ത്യ ശ്രമിക്കില്ല. ഇന്ത്യക്ക് അത് സാധിക്കില്ല. ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാവരും ഇന്ത്യ മാതൃക കാണിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങൾ എടുത്തുചാടി ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ഇന്ത്യക്ക് ചെയ്യാനൊക്കില്ല. അതേസമയത്ത് ശത്രുവിനെ നിഗ്രഹിച്ചേ പറ്റുള്ളൂ. കൃത്യമായ സ്ട്രൈക്ക് അവർക്കെതിരായിട്ട് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്.